ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ പ്രഷർ വാഷ് ഞാൻ കുറേ വീഡിയോസ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ മെഷീൻസ് ചെയ്യുന്നതല്ല, നമ്മൾ ഇതിൻ്റെ സ്പെയർ പാർട്സ് ഒന്നും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സ്പെയർ പാർട്സ്, ഏത് പ്രഷർ വാഷ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഏത് പ്രഷർ വാഷ് ഉണ്ടെങ്കിലും ഞങ്ങളുടെ അവിടെ കൊണ്ടുവന്ന് നമുക്ക് അതിൻ്റെ സ്പെയർ പാർട്സ് സർവീസ് സപ്പോർട്ട് എല്ലാം തരാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ, കുറച്ച് സ്പെയർ പാർട്സിൻ്റെ ഒരു സാമ്പിൾ ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു പ്രഷർ വാഷറിന് നമുക്ക് സർവീസ് സ്പെയർ പാർട്സ് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റോറി വന്ന് സർവീസ് ചെയ്യാവുന്നതാണ്. അതല്ല, സ്പെയർ പാർട്സ് നിങ്ങൾക്ക് റിപ്പയർ ചെയ്യുന്ന സ്ഥലങ്ങൾ അറിയാമെങ്കിൽ സ്പെയർ പാർട്സ് മാത്രം മതിയെങ്കിലും ഞങ്ങളുടെ സ്റ്റോറിൽ നിന്ന് വന്നിട്ട് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഓൺലൈൻ ഞങ്ങളുടെ സ്റ്റോറിൽ കയറി നിങ്ങൾക്ക് മേടിക്കുകയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു പിസ്റ്റൺ ഗൈഡർ എന്ന് പറയുന്ന സാധനമാണ്. ഇതൊരു പമ്പ് ഹെഡ്. അപ്പോൾ ഒരു പ്രഷർ വാഷറിൻ്റെ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ഐറ്റം. അപ്പോൾ ഇതാണ് ഒരു പ്രഷർ വാഷറിൻ്റെ പ്രഷർ ഡെവലപ്പ് വാൾവ് എന്ന് പറയും. ഈ 3 വാൾവാണ് നമ്മുടെ പ്രഷർ വാഷറിൽ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ കുറയുക എന്തെങ്കിലും ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ വാൾവിനകത്ത് മണ്ണോ കരടോ അല്ലെങ്കിൽ ഇതിൻ്റെ ടെൻഷൻ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ഇത് 3 മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, നമുക്ക് ഇതിൻ്റെ ചുറ്റും വെള്ളമാണല്ലോ, വെള്ളത്തിലാണ് പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലെല്ലാം ക്ലാവ് പിടിക്കുക, സെഡിമെൻറ്റ്സ് പോലെ അടിയുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് മാക്സിമം ഉരച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കും, പെട്രോളിൽ ഉരച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്നു. ഇതല്ലെങ്കിൽ നമ്മൾ ഈ സാധനം മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പമ്പ് ഹെഡ് എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് പല കമ്പനികളുടെയും പല ടൈപ്പാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ടോയോയുടെ ഒരു 140 ബാറിൻ്റെ ഒരു പ്രൊഫഷണൽ മെഷീൻ്റെ സ്പെയർ പാർട്സ് ആണ് ഞാൻ കാണിച്ചത്. ഇതുപോലെ നമ്മുടെ എല്ലാ കമ്പനികളും, ബോഷ് ആയിക്കോട്ടെ, കാർച്ചർ ആയിക്കോട്ടെ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതൊരു മെഷീൻ്റെ ആയാലും നമുക്ക് ഇതിൻ്റെ സ്പെയർ പാർട്സ് നമ്മുടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും മറ്റേ കമ്പനികളുടെയും ചെറിയ വ്യത്യാസങ്ങൾ, ഷേപ്പിലുള്ള വ്യത്യാസങ്ങളായിരിക്കും. ഇതെന്ന് പറയുന്ന ഒരു പിസ്റ്റൺ ഗൈഡറാണ്. അതായത് ഈ സാധനം ഓയിൽ റിസർവറിന് തൊട്ട് മുകളിലിരിക്കുന്ന സാധനമാണ് പിസ്റ്റൺ ഗൈഡർ. ഇതിൻ്റെ മുകളിലാണ് ഈ പിസ്റ്റൺ വയ്ക്കുന്നത്. ഈ പിസ്റ്റൺ ആണ് പ്രഷറിൽ സ്പ്രിങ് അടിച്ചിട്ടാണ് നമുക്ക് ഈ പ്രഷർ ഡെവലപ്പ് ആവുന്നത്. അതുപോലെ തന്നെ ഉള്ള ഒരു സാധനമാണ് ബൈപ്പാസ് വാൾവ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കട്ട് ഓഫ്, നിങ്ങൾ ട്രിഗറിൽ നിന്ന് കൈ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മെഷീൻ കട്ട് ഓഫ് ആക്കി നിർത്തുന്നത് ഈ സ്വിച്ച് നേരെ മുകളിലോട്ട് വന്ന് അടിക്കും. ഇതിവിടെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഈ സ്വിച്ച് നേരെ മുകളിലോട്ട് വന്ന് അടിച്ചിട്ട് ഈ മൈക്രോ സ്വിച്ച് വർക്കാവും. ഓക്കെ, എന്നിട്ട് ഇത് ലോക്കായിട്ടാണ് മെഷീൻ കട്ട് ഓഫ് ആവുന്നത്. അപ്പോൾ ഇത് സ്റ്റോക്ക് ഉണ്ട്. ഇത് 375 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില. ഇത് 350 രൂപ വരും. ഈ പിസ്റ്റണൊക്കെ ആണെങ്കിൽ 130 റുപ്പീസാണ് ഒരു പീസിന് വരുന്നത്. പിസ്റ്റൺ ഗൈഡർ നമുക്ക് വരുന്നത് പല റേഞ്ചിനുണ്ട്. 650 തൊട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണ്. ഇതും അതുപോലെ തന്നെ 450 തൊട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ വരുന്നത് സീലുകൾ, നമ്മുടെ ഈ ഓയിൽ സീലുകൾ ഒരെണ്ണത്തിന് 30 രൂപയാണ് ചാർജ് വരുന്നത്. ഓയിൽ സീൽ, വാട്ടർ സീൽ സപ്പോർട്ട്, അതായത് വെള്ളം ഇതിൻ്റെ ഇവിടെയായിട്ട് വയ്ക്കുന്നൊരു സാധനമാണിത്, വാട്ടർ സീൽ സപ്പോർട്ട് എന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ സ്പെയർ പാർട്സും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഇതൊരു സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചതാണ്. ഇതുപോലെ ഇഷ്ടംപോലെ സ്പെയർ പാർട്സ് നമ്മുടെ സ്റ്റോറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മെഷീൻ്റെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക, നിങ്ങൾക്ക് ഏത് സ്പെയർ ആണ് വേണ്ടതെന്നുള്ളൊരു ഫോട്ടോ എടുക്കുക, എന്നിട്ട് ഞങ്ങളുടെ വാട്സാപ്പിലോട്ട് അയച്ചു തരുന്നാൽ മതി. ഞാൻ എൻ്റെ നമ്പർ തന്നേക്ക് 8136 എന്ന് പറഞ്ഞ നമ്പറിലിടാം. അതല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫിൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ മെഷീൻ്റെ ഒരു ഫോട്ടോ, മെഷീൻ്റെ പുറകിൽ അതിൻ്റെ ബാർകോഡ് കാണും, ആ ഒരു ഫോട്ടോ, നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് സ്പെയർ ആണ് വേണ്ടത് എന്നുള്ളൊരു ഫോട്ടോയും കൂടി എടുത്ത് അയച്ചാൽ മതി. അപ്പോൾ ഞങ്ങളത് പാക്ക് ചെയ്തിട്ട് പാൻ ഇന്ത്യ ബേസിൽ എവിടെ വേണമെന്ന് പറഞ്ഞാലും നമ്മളത് അയച്ചു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.